കണ്ണൂർ ഇരിട്ടിയിൽ സതീഷിന് വേണ്ടി പ്രകടനം നടത്താൻ ആഹ്വാനം. വൈകുന്നേരം 5 മണിക്ക് ആരംഭിക്കുന്ന പ്രകടനത്തിൽ പങ്കെടുക്കണമെന്നാണ് ആഹ്വാനം. പേരാവൂർ കോൺഗ്രസിന്റെ പേരിലാണ് സന്ദേശം ഇറങ്ങിയത്. KC വേണുഗോപാലിന്റെ നാടായ പഴയങ്ങാടിയിലും VD സതീഷിന് വേണ്ടി പ്രവർത്തകർ പ്രകടനം നടത്തും. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങൾ നൽകും. ബിജീഷ്, പേരാവൂരിലെ ആഹ്വാനത്തിന്റെ വാർത്തയാണ് ഇന്ന് ആദ്യം പുറത്തു വന്നത്. അത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് തന്നെയാണോ അതോ ലീഗ് പ്രവർത്തകരാണോ? എല്ലാവരും കൂടിച്ചേർന്നൊരു വലിയ പ്രകടനമായി അത് മാറുമോ? അതിന് ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതിന്റെ സൂചനകൾ, വാർത്തകൾ പുറത്തു വരുന്നുണ്ടോ? ഞാനിപ്പോ ഇരിട്ടിയിൽ എത്തുന്നതേ ഉള്ളൂ. ഇരിട്ടിയിൽ 5 മണിയോടുകൂടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രകടനം എത്തുമെന്നുള്ളതാണ് പ്രചരിച്ചിരിക്കുന്ന കാര്യം. ഇതിനകത്ത് പോസ്റ്ററും അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലുള്ള സന്ദേശങ്ങളുമാണ് ഇത്തരത്തിലുള്ള ഒരു ആഹ്വാനം നടത്തിയിട്ടുള്ളത്. ഇതിനകത്ത് പ്രവർത്തകർ 5 മണിയോടുകൂടി ഇരിട്ടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തണം എന്നുള്ളതാണ് ആഹ്വാനമുള്ളത്. ഏതായാലും VD സതീശന് അനുകൂലമായിട്ട് കണ്ണൂരിൽ വലിയ തോതിൽ പ്രവർത്തകരുടെ ഒരു വികാരം ുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇരിട്ടിയിൽ രാവിലെ ഒരു 12 മണിയോടുകൂടിയാണ് ഇരിട്ടിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിന്റെ കാര്യം പുറത്തു വന്നത്. അതിന് പിന്നാലെ ഇപ്പോൾ പഴയങ്ങാടി, അതായത് KC വേണുഗോപാലിന്റെ നാട് ഉൾപ്പെടുന്ന പഴയങ്ങാടി മേഖലയിൽ കൂടി കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി VD സതീശന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരസ്യമായിട്ട് പ്രതിഷേധ പ്രകടനം നടത്തുമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ സൂചിപ്പിച്ച യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഷേധ കാര്യങ്ങൾ ഇരിക്കൂർ മണ്ഡലത്തിലും വ്യാപകമായി നടക്കുന്നുണ്ട്. നേരത്തെ അവിടെ ഒരു ഫ്ലക്സ് VD സതീശന് അനുകൂലമായിട്ടും ഒപ്പം തന്നെ മാത്യു കുഴൽനാടിനെതിരെയുമായിട്ട് അവിടെ വന്നിരുന്നു. അതിനകത്ത് കൃത്യമായി മാത്യു കുഴൽനാടൻ കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ ലീഗ് ഇടപെടേണ്ടതില്ല എന്നുള്ള പ്രസ്താവനയ്ക്കെതിരെയാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തുള്ള പ്രതിഷേധം ഉയർന്നത്. അതായത് കുഴലൂത്ത് നടത്തുന്ന മാത്യു കുഴൽനാടന്റെ കുഴലൂത്ത് ലീഗിന് നേരെ വേണ്ട എന്നുള്ളതാണ് ഈ ഫ്ലക്സിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒപ്പം തന്നെ പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്നുള്ളതും പറയുന്നുണ്ട്. 2 തരത്തിൽ VD സതീശന് അനുകൂലമായിട്ടും ഒപ്പം KCക്ക് വേണ്ടി വാക്കുകൾ പറഞ്ഞ മാത്യു കുഴൽനാടിനെതിരെയുമുള്ള ഒരു പ്രതിഷേധമാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഏതായാലും കണ്ണൂർ ജില്ലയിൽ KA സുധാകരൻ ഉൾപ്പെടെയുള്ളവർ MLA-മാരുടെ പിന്തുണ KCക്കാണെങ്കിൽ പുറത്ത് കളം എതിരാണ് എന്ന് KCയെ കൃത്യമായി ബോധ്യപ്പെടുത്തൽ കൂടിയാണെന്ന് തോന്നുന്നു ഇത്തരം പരസ്യ പ്രതിഷേധ പ്രകടനങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ പേരാവൂർ എന്ന് പറയുമ്പോൾ KPCC അധ്യക്ഷന്റെ മണ്ഡലം കൂടിയാണ്. അവിടെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഇരിട്ടിയിൽ വെച്ചാൽ പേരാവൂരിലെ പ്രധാനപ്പെട്ട ടൗണായ ഇരിട്ടിയിൽ വലിയൊരു പ്രകടനം നടക്കുമ്പോൾ അത് അങ്ങനൊരു ആഹ്വാനം നൽകിയതിന് ശേഷം ഇത്രയും സമയങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു പ്രകടനം നിർത്തിവെപ്പിക്കുക എന്നുള്ളത് KPCC അധ്യക്ഷന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നതാണ്. പക്ഷേ അദ്ദേഹം നടത്താൻ സാധ്യതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. കാരണം ഇത് 5 മണിക്ക് നടക്കാൻ പോവുകയാണ്. അപ്പോൾ നടക്കുമെന്ന് ഉറപ്പ് തന്നെ ഉണ്ടല്ലോ അല്ലെ? അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അത് KCയുടെ വരവിനുണ്ടാക്കാൻ പോകുന്ന ഒരു ക്ഷതം എത്രമേൽ വലുതായിരിക്കും? ഏതായാലും കണ്ണൂരിൽ നിന്ന് KCയുടെ നീക്കങ്ങൾക്കെതിരെ ശബ്ദമേറുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ആദ്യം കണ്ണൂരിൽ നിന്നാണ് ഇത്തരത്തിൽ പരസ്യമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടാകുമെന്നുള്ള സൂചനകൾ പുറത്തു വന്നത്. അതിന് പിന്നാലെ സംസ്ഥാനത്തിന്റെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും സമാനമായ രൂപത്തിൽ പ്രവർത്തകർ VD സതീശന് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇതിനകത്ത് KPCC പ്രസിഡന്റിന്റെ നാടാണ് പേരാവൂർ ഉൾപ്പെടുന്ന ഇരിട്ടി മേഖല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ സണ്ണി ജോസഫ് ഈ പ്രതിഷേധ പ്രകടനത്തെ തടയാനുള്ളൊരു നീക്കം നടത്തുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഈ സണ്ണി ജോസഫിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷേ KS സുധാകരന്റെ ഭാഗത്ത് നിന്ന് പ്രാദേശികമായിട്ട് ഇവിടെയുള്ള പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതായിട്ടുള്ള അനൌദ്യോഗികമായിട്ടുള്ള വിവരമുണ്ട്. പക്ഷേ അത് അംഗീകരിക്കില്ല. ഞങ്ങൾ കൃത്യമായിട്ടും VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ളൊരു നിലപാടാണുള്ളത്. അതിനെ എതിർക്കുന്നവർക്കെതിരെ പരസ്യമായി തന്നെ തങ്ങൾ ഈ പ്രതിഷേധം പ്രകടിപ്പിക്കുമെന്നുള്ളതാണ് ഈ മേഖലയിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും പരസ്യമായി തന്നെ VD സതീശന് വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട്.